إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും എവിടെയും ഏത് സ്ഥലത്തും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ എന്നീ കാര്യങ്ങളൊക്കെ യഥാവിധി ചെയ്യുന്നവരിൽ, അതല്ലെങ്കിൽ സുന്നത്ത് കർമ്മങ്ങളൊക്കെ നിഷ്ഠ പുലർത്തി ജീവിക്കുന്നവരിൽ ഈ ആധുനിക കാലത്തും പലപ്പോഴും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അത്രയൊന്നും ചെയ്യാത്തവരെ ഒരു മോശക്കാരായി കണക്കാക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വ്യക്തി, നല്ല നീണ്ട താടിയുള്ള ഒരാൾ, അത്യാവശ്യം സുന്നത്തൊക്കെ സ്വയം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യൻ, തൗഹീദുള്ള മുവഹീദുകളായ ആൾക്കാർ, അവരെ കാണുമ്പോൾ പോലും മുഖം തിരിക്കുന്ന, സലാം ചൊല്ലാത്ത, മടക്കാത്ത ഒരു പ്രവണത അതിന് വ്യാപകമായി വർദ്ധിച്ചു വരുന്നു. ഏതെങ്കിലും കക്ഷിത്വങ്ങളിൽപ്പെട്ടിട്ടോ സംഘടനകളിൽപ്പെട്ടിട്ടോ അതില്ലാത്തവരിൽപ്പെട്ടിട്ടോ നമ്മുടേതാണ് പൂർണ്ണമായ ശരി എന്ന തോന്നലുണ്ടാവുകയും മറ്റുള്ളവരൊക്കെയും നരകത്തിലാണ് എന്ന് വിധി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി സഹോദരന്മാരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എണ്ണിയപ്പോൾ ഒരേ കാറ്റഗറിയിലുള്ളവരാണ് വിശ്വാസികൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമ്മെ പഠിപ്പിച്ചത് വിശ്വാസികളിൽ പല തരക്കാരുണ്ടെന്നാണ്. അല്ലാഹു അത് പറഞ്ഞു തന്നിട്ടുണ്ട്. സുമ്മ ഔറസനൽ കിതാബൽ ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇذനില്ലാഹ് ذلك هو الفضل العظيم هو الفضل الكبير എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ذلك هو الفضل الكبير. അതായത് അവൻ പറയാണ്, സുമ്മ ഔറസനൽ കിതാബൽ ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നാം തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്തു? നമ്മുടെ അടിമകളിൽ നിന്ന് ചിലരെ നമ്മുടെ കിതാബിന്റെ അനന്തരാവകാശികളാക്കി തിരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആനിന്റെ അവകാശികളാക്കി നാം നമ്മുടെ അടിമകളിൽ നിന്ന് തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്താണ്? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവരിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവരുണ്ട്. സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവരുണ്ട്. ഫമിൻഹും മുഖ്തസിദ്, അവരിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്, മധ്യവർത്തികളായ ആൾക്കാരുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇذനില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോട് കൂടെ നന്മകളിൽ മുന്നേറുന്നവരുണ്ട്. നന്മകളിൽ എമ്പാടും മുന്നേറുന്ന ആൾക്കാരുണ്ട്. ذلك هو الفضل الكبير, അത് ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ്. നന്മകളിൽ എമ്പാടും മുന്നേറാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച മഹത്തായ അനുഗ്രഹമാണ്. പക്ഷേ ഈ കിതാബിന്റെ അവകാശികളായി നാം തിരഞ്ഞെടുത്തവരിൽ 3 വിഭാഗക്കാരുണ്ട്.
അത് ഏതൊക്കെയാണ്? തഫ്സീറുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ്. അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആരാണ്? വഹും ഹാദിൽ ഉമ്മ, അത് ഈ ഉമ്മത്താണ്, നമ്മുടെ ഉമ്മത്താണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. സുമ്മ ഖസമഹും ഇലാ സലാസതി അൻവാ, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നായി അവരെ വേർതിരിച്ചു. ഫഖാൽ, അവൻ പറഞ്ഞു, ഫമിൻഹും വാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവർ അവരിലുണ്ട് എന്ന് പറഞ്ഞ വൗവൽ മുഫർരിതു ഫീ ഫഇലി ബഅദിൽ വാജിബാത്ത് വൽ മുർതകിബു ലി ബഅദിൽ മുഹറമാത്ത്, ചില നിർബന്ധമായ കാര്യങ്ങൾ പോലും അവർ ഒഴിവാക്കിയേക്കും ചിലപ്പോൾ. അതും മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ചില കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. അവർ ഈ വിശ്വാസികളിലുണ്ടെന്ന്. വമിൻഹും മുഖ്തസിദ്, മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നിർബന്ധ കാര്യങ്ങൾ എപ്പാട് ചെയ്യും, അതിലൊരു വീഴ്ചയും വരുത്തില്ല. എന്നാൽ ചില സുന്നത്തുകൾ അവർ ഉപേക്ഷിച്ചിരിക്കും. എല്ലാ സുന്നത്തുകളും കൃത്യമായി ചെയ്യുന്നവരായിരിക്കില്ല. അവരാണ് മധ്യമ നിലപാടുള്ളത്. ചില കറാത്തായ കാര്യങ്ങൾ പോലും അവർ ചെയ്തെന്നിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലാത്ത, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ചില വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, അതുപോലെ അവർ ചെയ്തെന്നിരിക്കും സുന്നത്തായ കാര്യങ്ങൾ. പക്ഷേ സുന്നത്തായ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരും. അവർ വാജിബാത്തുകളൊക്കെ കൃത്യമായി ചെയ്യുന്നവരായിരിക്കും. ആരാണ്? മധ്യമ നിലപാടുള്ള ആൾക്കാർ. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, നന്മകളിൽ എമ്പാടും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മുന്നേറുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ വഹുവൽ ഫായിലുൽ വാജിബാത്തിൽ മുസ്തഹബ്ബാത്ത്, അവർ സുന്നത്തുകളും ഫർളുകളും നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. താരിഖുൽ മുഹറമാത്ത്, എല്ലാ ഹറാമുകളും ഉപേക്ഷിക്കുന്നവരാണ്. വൽ മക്റൂഹാത്ത്, അല്ലാഹുവിന്റെ അനിഷ്ടകരമായ സകല സംഗതികളും ഉപേക്ഷിക്കുന്നവരാണ്. വബഅദിൽ മുബാഹാത്ത്, അനുവദനീയമായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർ ഉപേക്ഷിച്ചു വരും. കാരണം ഇത് ഹറാമിലേക്ക് എത്തിപ്പോകുമോ അല്ലെങ്കിൽ വഴികേടിലേക്ക് എത്തിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുന്നവരാണ് നന്മകളിൽ ഏറ്റവും മുന്നേറിയവർ എന്ന് തഫ്സീറുകൾ പറയുകയാണ്. നമുക്കറിയാം, ആധുനിക സലഫി പണ്ഡിതനായിരുന്ന അബ്ദുൽ നാസർ സഅദി റഹിമഹുല്ലാഹ്, ആധുനിക കാലത്തുള്ള അദ്ദേഹം ജീവിച്ച പണ്ഡിതനാണ്, സൗദിയിലെ പ്രഗൽഭ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് തഫ്സീറുണ്ട്. ആ തഫ്സീർ സഅദിയിൽ പറയാൻ, വലിഹാദാ ലമ്മാ കാനത ഹാദിഹിൽ ഉമ്മ അക്മലുൽ ഉമമി ഉഖൂലൻ വഅഹ്സനഹും അഫ്കാരൻ വഅർറകും ഖുലൂബൻ വഅസ്കാഉ മൻഫുസൻ ഇസ്തഫാഹുമുല്ലാഹു തആല വസ്തഫാ ലഹും ദീനൽ ഇസ്ലാം വഅവറസുൽ കിതാബൽ മുഹൈമിന അലാ സായിരിൽ കുതുബി എന്നൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നു. അതായത് ഈ വിശുദ്ധ ഖുർആൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശേഷണം എന്ന് പറയുന്നത് ആരാണ്? അവർ ഏറ്റവും നല്ല രീതിയിലുള്ള മനസ്സിന്റെ ഉടമകളാണ്, നല്ല ശുദ്ധീകരിക്കപ്പെട്ട ആൾക്കാരാണ്, അതുപോലെ തന്നെ കാര്യം ഗ്രഹിക്കുന്നവരാണ്, ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അവരെയാണ് ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്, ഈ ഖുർആന്റെ അവകാശികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ വഹും ആദിൽ ഉമ്മ, ഈ ഉമ്മത്താണ്. പക്ഷേ ഫമൻഹും ളാലിമുൻ ലിനഫ്സി, അവരിൽ അതിക്രമം ചെയ്യുന്നവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫിൽ മആസി ലത്തി ഹിയ ദൂനൽ കുഫർ, കുഫറല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലുണ്ട്. കുഫറല്ലാത്ത പാപങ്ങൾ, ശിർക്കല്ലാത്ത, ബിദ്അത്തല്ലാത്ത പാപങ്ങൾ ചെയ്യുന്നവർ അവരിലുണ്ടാകും. വമിൻഹും മുഖ്തസിദ്, മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ മുഖ്തസിറുൻ അലാ മാ യജിബു അലൈഹി താരിഖുൽ ലിൽ മുഹറം, അതായത് ചില നിർബന്ധമായ കാര്യങ്ങൾ തന്നെ വീഴ്ച വരുത്തുന്നവരാണ്. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ അവർ വരികയും ചെയ്യും. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകൾ മുന്നേറുന്നവരാണ് എന്ന് പറഞ്ഞാൽ സാറഗ ഫീഹം വജ്തഹദ ഫസബഖ ഗൈറുഹു വവൽ മുഅദ്ദിൽ ഫറായിദിൽ മുക്സിർ ഫീ മിൻ നവാഫിലി താരിഖിൽ മുഹറമി വൽ മക്റൂഹ്, എല്ലാ ഹറാമുകളും ഉപേക്ഷിച്ച, അല്ലാഹുവിനെ വെറുക്കപ്പെടുന്ന സംഗതികൾ മുഴുവനും ഉപേക്ഷിക്കുന്ന, അതുപോലെ തന്നെ നിർബന്ധ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്ന, സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ വലിയ ധാരാളം വർദ്ധിപ്പിച്ച് ചെയ്യുന്നവരാണ് അവരിൽ നന്മയിൽ മുന്നേറുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ് ഫകുല്ലുകും ഇസ്തഫാഉല്ലാഹു തആല, ഈ മൂന്ന് വിഭാഗത്തെയും അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. എങ്ങനെ? ഈ കിതാബിന്റെ അവകാശികളായി, പരിശുദ്ധ ഖുർആനിന്റെ അവകാശികളായി ഈ ഉമ്മത്തിനെ തെരഞ്ഞെടുത്തതാണ്. കിതാബിന്റെ അവകാശികളായി തെരഞ്ഞെടുത്ത അഹ്ലു തൗഹീദിന്റെ ആൾക്കാർ
വിദേഹത്തുകൾ അവർക്ക് ഉണ്ടാവുകയില്ല, ശിർക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ അഹ്ലു തൗഹീദിൽ എന്തുണ്ടാവും? ഈ ഏറ്റക്കുറച്ചിലുണ്ടാവും. എന്നാണ് പറഞ്ഞാൽ പാപം ചെയ്യുന്നവരിൽ പോലും എന്തുണ്ട്? ഈമാനിന്റെ പ്രകാശം. അവർക്ക് ഈമാനുണ്ട്, തൗഹീദുണ്ട്, അവർ കണിശമായി അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചെറിയ ഇടപാടുകളിലും ചില കാര്യങ്ങളിലൊക്കെ എന്താവും? അവരിൽ വീഴ്ച വരും, തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ അവരൊക്കെയും ആരാണ്? ഈ കിതാബിന്റെ അവകാശികളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വാദ തഖ്സീമുൽ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിഭജിച്ചത്, 3 വിഭാഗമാക്കിയത്. ലാലിമുൽ നഫ്സി എന്ന് പറഞ്ഞാൽ അസ്ഹാബുസ് സുനൂബിൽ മുസിറൂന അലൈഹ വമൻ താബ മിൻ സബ്ബി അയ്യ സബ്ബിൻ കാന തൗബതൻ സഹീഹ. അതെ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ് ആര്? ലാലിമുൽ നഫ്സി, സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചവർ സ്വന്തത്തോട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. കാരണം എല്ലാ പാപങ്ങൾക്കും എന്തുണ്ട്? തൗബയുണ്ട്. ലം യഖ്റുജ് ബിദാലിക സാബിഖീൻ, അതായത് അവർ അതുപോലെ തന്നെ മുക്തസിദ്, മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ അൽ മുഅദ്ദിൽ ഫറായിദിൽ മുജ്തനിബിൽ മഹാരിം, അവരുടെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും, നിർബന്ധ കാര്യമായ ചെയ്യും, ഹറാമുകൾ ചെയ്യും, പക്ഷെ സുന്നത്ത് കാര്യങ്ങൾക്കൊന്നും വലിയ ശുഷ്കാന്തി ഉണ്ടാകുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ധാരാളം സുന്നത്തുകൾ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ഫർളുകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന് ശേഷം തുടർത്തി എന്താ അറിയാമോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, 3 വിഭാഗങ്ങളെ പറ്റി പറയാം. അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കണ്ടാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മിമ്മാ യസ്തദല്ലു ബി അഹ്ലു സുന്നത്തി അലാ അന്നഹു ലാ യുഖല്ലദു ഫിന്നാരി അഹദും മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ള ആൾക്കാർ ശാശ്വതമായി നരകത്തിൽ കിടക്കില്ല എന്നത് അഹ്ലു സുന്ന അറിയിക്കുന്ന തെളിവുകളാണ്. സുബ്ഹാനല്ലാഹു ജല്ലാമിനോ, സുന്നത്തുള്ള ആൾക്കാർ, അതായത് അഹ്ലു തൗഹീദുള്ള ആൾക്കാർ, ആ അഹ്ലു തൗഹീദ് ആൾക്കാർ ശാശ്വതമായി നരകത്തിൽ കിടക്കില്ല എന്നത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റക്കുറിച്ചിൽ ഉൾപ്പെടുത്തിയവരൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ, വിശുദ്ധ ഖുർആനിന്റെ അവകാശികളാക്കി തെരഞ്ഞെടുത്തു എന്ന് പറയുകയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൊക്കെയും തഫ്സീറിൽ കാണാം. ഇബ്നു കസീറിനെ പോലുള്ളവർക്ക് ഉദ്ധരിച്ച കാര്യം അലി ഇബ്നു അബീ തൽഹ അദ്ദേഹം ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുകയാണ്. സുമ്മ അർസലൽ കിതാബല്ലദീ, നാം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിന് ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്തു ഈ കിതാബിന്റെ അവകാശിയായി. അതിൽ അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് പറയാണ്, ഹും ഉമ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അത് നമ്മുടെ ഉമ്മത്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. വറസഹുമുല്ലാഹു കുല്ലു കിതാബിൻ അൻസലഹു, അവർക്കാണല്ലോ കിതാബ് ഇറങ്ങിയത്. വലാലിമും യുഗ്ഫർ ലഹു, ലാലിമുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ, അതിക്രമകാരികളുണ്ട്, പക്ഷെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വമുഖ്തസിദുഹും യുഹാസബു ഹിസാബൻ യസീറ, മധ്യവർത്തികളുണ്ട്, അവർക്ക് ചെറിയ വിചാരണ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധേയമാക്കും. വസാബികും യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, എന്നാൽ നന്മകളിൽ മുന്നേറുന്നവരുണ്ട്, അവർക്ക് ഒരു വിചാരണയുമില്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫി വഫീ കുല്ലി ഖൈർ. ശക്തവാനായ വിശ്വാസിക്കാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ പദവിയുള്ളത്, മഹത്വമുള്ളത്. ശക്തവാനായ വിശ്വാസി, ദുർബലനായ വിശ്വാസിയുണ്ട്, അവനേക്കാൾ പദവിയുള്ളത്, ഏറ്റവും നല്ലവനാരാണ്? അവൻ ശക്തവാനായ വിശ്വാസിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നറിയാം, വഫീ കുല്ലി ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരിലും നന്മയുണ്ട്. ദുർബലനായ വിശ്വാസിയിലും നന്മയുണ്ട്, ശക്തവാനായ വിശ്വാസിയിലും നന്മയുണ്ട്. പക്ഷെ ദുർബലനായ വിശ്വാസിയേക്കാൾ ഏറ്റവും ഉത്തമൻ ശക്തവാനായ വിശ്വാസിയാണ്. വഫീ കുല്ലി ഖൈർ, എല്ലാവരിലും എന്തുണ്ട്? നന്മയുണ്ടെന്ന. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലം. വിശ്വാസികളെ പറ്റി പറയാണ്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി
വൻപാപങ്ങൾ അവർ വെടിയുന്നവരാണ്. വൻപാപങ്ങൾ വെടിയുന്നവരാണ് ആര്? വിശ്വാസികൾ. അതുപോലെ തന്നെ നിസാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുന്നവരാണ്. വിശ്വാസികളെ പറ്റി പറയാം, വൻപാപങ്ങൾ അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കും, നീചവൃത്തികളും അവർ ഒഴിവാക്കും, നിസാരമായതൊഴിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികളിൽ നിസാരമായ നീചവൃത്തികൾ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കേണ്ട വിഷയം. ചിലപ്പോൾ ഹറാമുകളിൽ അവരുണ്ടായേക്കാം, മക്രൂഹാത്തുകൾ അവരിൽ ഉണ്ടായേക്കാം. അപ്പൊ നിസാരമായ നീചവൃത്തികൾ, അതല്ലാത്ത വലിയ വലിയ നീചവൃത്തികൾ ചെയ്യുന്നവർ വിശ്വാസികൾ ഉണ്ടാവുകയില്ല, യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാവുകയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടക്കും. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പറഞ്ഞെടുത്ത് കാണാം. തഫ്സീർ ഇബ്നു കസീർ കാണാം, എന്താണ് നിസാരമായ നീചവൃത്തികൾ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ നിസാരമായ നീചവൃത്തികൾ വിശ്വാസികൾ കണ്ടേക്കാം. എന്താണ് ഈ നിസാരമായ നീചവൃത്തികൾ എന്ന് പറഞ്ഞാൽ? അത് ചെറുപാപങ്ങളാണ്, ചെറുപാപങ്ങളാണ്. ചെറുപാപങ്ങൾ ചിലപ്പോൾ വിശ്വാസികൾ ഉണ്ടായേക്കുന്ന അർത്ഥം. തഫ്സീർ തുബരി കാണാം, അന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സീനൽ ഐൻ, വ്യഭിചാരം, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത് നോട്ടാണ്. എന്താ? കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത് നോട്ടം. ചുണ്ടിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചുമുത്താണ്. കൈയിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത് പിടുത്താണ്. കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത് നടത്താണ്. ലൈംഗിക അവയവം അത് സത്യപ്പെടുത്തുകയോ അത് കളവാക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ വ്യഭിചാരം നോട്ടമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചുണ്ടിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് ചുംബനാണ്, കൈയിന്റെ വ്യഭിചാരം പിടുത്താണ്, കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നടത്താണ്. ലൈംഗികാവയവമാണ് അതിനെ സത്യപ്പെടുത്തുന്നത്. ലൈംഗികമായിട്ട് ഒരാൾ ബന്ധപ്പെട്ടാൽ അവന് വ്യഭിചാരിയാണ്. അല്ലെങ്കിൽ ലമമാണ് എന്ന് പറഞ്ഞ് നിസാരമായി ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ ആരൊക്കെ പറഞ്ഞറിയോ? ഹിജ്റ 62 വഫാത്തായ മസ്റൂഖ് ബിൻ അജ്സ, അതുപോലെ തന്നെ ഹിജ്റ 103 വഫാത്തായ ഇമാം ഷാബി, ഇവരൊക്കെ പറഞ്ഞത് ഇബ്നു ജരീർ തുബ്രിയും അതുപോലെ തന്നെ ഇബ്നു കസീറൊക്കെ എടുത്തു ധരിക്കുന്നുണ്ട്. ഏതുവരെ? ഇബ്നുൽ ലുബാബ താഫി പറയാണ്, സഅൽതു അബൂ ഹുറൈറ, ഞാൻ അബൂ ഹുറൈറയോട് ചോദിച്ചു, എന്താണ് ലം? നിസാരമായ ഒടിച്ചിട്ടുള്ള നീചവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ നിസാരമായ നീചവൃത്തി എന്താണ്? അപ്പോ അബൂ ഹുറൈറ പറയാണ്, അൽ ഖുബ്ല വൽ ഗമസ വൻ നളറ, അത് നോട്ടമാണ്, സ്പർശനമാണ്. വൽ മുബാഷിറ, തൊട്ടുരുമി നടക്കലാണ്. ഫൈദ മസ്സൽ ഖിതാനുൽ ഖിതാൻ ഫഖദ് വജബൽ ഖുസ്ൽ ഫവസിന, എന്ന ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ എന്തായി? അത് കുളി നിർബന്ധമായി, അതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോട്ടം അത് ആരിൽ ഉണ്ടായേക്കാം? വിശ്വാസികളിൽ ഉണ്ടായേക്കാം. അത് ലമമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് തഫ്സീർ സഅദി ഈ ആയത്തിനെ അല്പം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വലൈസ മഅനൽ ആയത്തി ഇസ്നി ലക്കും ഫി ഇർതികാബ് അൽ-ലമം. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം പാപം ചെയ്യാനുള്ള അനുവാദമല്ല, പാപം ചെയ്യാനുള്ള അനുവാദമല്ല. പാപം ചെയ്യുക, കുറ്റം ചെയ്യുക, അതിനുള്ള സമ്മതമാണ്, ലൈസൻസ് ആണ് ഈ ആയത്തെന്നല്ല. മറിച്ച് വഹിയ അസ്ഗായിർ, പക്ഷെ അത് ചെറുപാപമാണ്. ബലിൽ മാന അന്നഹും യജ്തനിബുൽ കബായിർ, ഒരു വൻപാപം ഒഴിവാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുമ്മമാ വക മിൻഹും മിനസ് സഗായിർ, പക്ഷെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചെറുപാപങ്ങൾ വീണിട്ടുണ്ടാകും. അലാ സബീലി സല്ലത്തി വൽ ഖത, വീഴ്ചയോ കാലിടിയോ ചെറിയ ചെറിയ പാപങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും. ഫൈന യഖഉ മഗ്ഫൂറൻ ലക്കും ബിജ്തിനായിബുൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയത് വഴി തന്നെ ചെറുപാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കപ്പെട്ടുമെന്നാണ്. വൻപാപങ്ങൾ ഒഴിവാക്കിയ വഴി എന്താണ്? അയാൾ യഥാർത്ഥ വിശ്വാസിയെ നടക്കുകയാണ്. പക്ഷെ അയാൾ സ്വാഭാവികമായി കാലിടറി വീണുകയോ വീഴ്ച വീഴുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ ചെറുപാപങ്ങളുമായി ഒരു മനുഷ്യൻ വിശ്വാസി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ബന്ധപ്പെട്ടാൽ അയാൾ വൻപാപങ്ങൾ ഒഴിവാക്കുക വഴി അയാളുടെ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കപ്പെടുമെന്നാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാതലായ വിഷയം എന്നറിയാം. ചില വ്യക്തികളെ നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ചില വ്യക്തികളെ കാണുമ്പോൾ അയാൾ നമ്മുടെ ഈ വൃത്തത്തിൽ പെടുന്നില്ല, നമ്മുടെ സംഘടനയിൽ പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കക്ഷിത്വത്തിൽ പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സംഘടന ഇല്ലായ്മയിൽ അയാൾ പെടുന്നില്ല, അല്ലെങ്കിൽ സംഘടന ഇല്ലായ്മയുടെ കുറെ കൂട്ടമുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഇയാൾ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികൾ പരസ്പരം കാണുമ്പോൾ കാണിക്കേണ്ട സലാമോ പുഞ്ചിരിയമോ ഹസ്തദാനമോ കൈകൊടുക്കലോ അതൊക്കെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നു.
വളരെ തുച്ഛമായിട്ടുള്ള ബന്ധങ്ങൾ, ഞങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആദർശ ബന്ധങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നു. അഹ്ലു തൗഹീദുകൾ പോലും വിദൂരതയിലേക്ക് താമസിക്കുന്നു, വിദൂരതയിൽ അവരുടെ മനസ്സ് കൊണ്ട് നടക്കുന്നു. ഇങ്ങനൊരു കാര്യങ്ങൾ തൗഹീദ് വിശ്വാസം വെച്ച് പുലർത്തുന്നവരിൽ ഇങ്ങനൊരു ബന്ധവിച്ഛേദനത്തിന്റെ കാര്യം ആരാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, നമ്മൾ മുമ്പൊരിക്കൽ ഇവിടെ ഉദ്ധരിച്ചതാണ്. കാന റജുലാനി ഫീ ബനി ഇസ്രായേൽ മുതവാഖിയൻ, അതായത് ബനു ഇസ്രായേലിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ അങ്ങേയറ്റം പോകുന്ന ആളാണ്, മറ്റേ ആൾ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതായത് പാപം ചെയ്യുന്ന ആളെ ഇബാദത്തിന്റെ അങ്ങേയറ്റം ചെയ്യുന്ന ആൾ കാണുമ്പോഴൊക്കെ പറയും, അക്സിർ, നീ എന്തൊരു മനുഷ്യനാടാ, നീ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, കുറച്ച് ചുരുക്കി. ഇതെല്ലാ ദിവസവും ഇത് തുടർത്തിയപ്പോ ആ മറ്റേ മനുഷ്യൻ പറഞ്ഞു, ഹല്ലിനി വറബ്ബി അബൂ ഇസ്താലി റഖീബ, നീ എന്റെ റബ്ബിനെ അങ്ങ് വിട്ടേക്ക്. പാപം ചെയ്യുന്ന ആൾ പറയും, എന്റെ റബ്ബിനെ വിട്ടേക്ക്, എന്റെ മേൽനോട്ടക്കാരനായി നിന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അത് കേട്ട ഈ ഇബാദത്ത് അങ്ങേയറ്റം ചെയ്യുന്ന ആൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക, അള്ളാഹു തന്നെയാണ് താങ്കൾക്ക് അള്ളാഹു പുറത്തു തരികയില്ല. ഔലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അയാൾ വളരെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു, താങ്കൾക്ക് അള്ളാഹു പുറത്തു തരില്ല, താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫഖബല അർവാഹുമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, രണ്ടുപേരും മരിച്ചുപോയി, അള്ളാഹുവിന്റെ അടുത്ത് മുന്നിൽ വിചാരണയ്ക്ക് ഇങ്ങനെ വന്നു. അപ്പോ ആലിമായ ആബിദായ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അകുന്ത ബി ആലിമ, നീ എന്നെ കുറിച്ച് അറിയുന്നവനായിരുന്നു? ഔ കുന്ത അലാ മാ ഫീ യദി ഖാദിറ, അല്ലെങ്കിൽ എന്റെ അധീനതയുള്ള ഒന്നിൽ വല്ലത് ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു? അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തിരില്ല എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള എങ്ങനെയാണ് നിനക്ക് വിധി കൽപ്പിക്കാൻ എന്റെ മേലിൽ ആരാണ് നിനക്ക് അധികാരം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം ചെയ്യുന്ന മനുഷ്യനോട് പറയുന്ന, ഇസ്ബു ഫദ്ഖുൽ ജന്നത ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പോട്. വഖാലൽ ലിൽ ആഖിർ ഇസ്ബു ബി ലന്ന, ആബിദായ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറയുമെന്നാണ്, നീ അങ്ങ് നരകത്തിലേക്ക് പോകുന്ന. അബൂ ഹുറൈറ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദി ലതകല്ലമ ബികലിമത്തിൻ ഔ ബക്കത്ത് ദുനിയ വ ആഖിറതു, അതെ അല്ലാഹു തന്നെയാണ് സത്യം. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരലോകവും ഇഹലോകവും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ്. ഒരു വാക്ക് പറഞ്ഞത് പരലോകവും ഇഹലോകവും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഞങ്ങളാണ് ഏറ്റവും നല്ലവരെന്ന് പറയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു നിസാരമായ മസലയുടെ വിഷയത്തിൽ, മാസപ്രതി മസലയുടെ വിഷയത്തിൽ പോലും ലഅനത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടു. ലഅനത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക, തൗഹീദുള്ളവരാണപ്പുറം അവരെ ലഅനത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. ഏതാണ് വിഷയം? കർമ്മശാസ്ത്രപരമായ ഒരു വിഷയമാണ്. അങ്ങനെ അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന, വിധി കൽപ്പിക്കുന്ന ഒരു സമൂഹം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും പഠിച്ച മതത്തിന്റെ യഥാർത്ഥ ആശയ തലങ്ങളെ ഉൾക്കൊള്ളാത്തവരാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. നമുക്കറിയാം, ഫദ്ൽ ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകനായിരുന്നു ഫദ്ൽ ഇബ്നു അബ്ബാസ്. ആ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ ഫത്വ ചോദിച്ചു കൊണ്ടുപോകും. ഒരു ഫത്വ ചോദിച്ചുകൊണ്ട്, ഹജ്ജിന്റെ വിഷയത്തിൽ ഒരു ഫത്വയാണ്. അപ്പൊ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്താക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലാണ്, അദ്ദേഹം യുവാവാണ്, ചെറുപ്പാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് ആരാണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിൽ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ താലിബിന്റെയും റളിയല്ലാഹു അൻഹു തോളിൽ കൈയിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെയുള്ള മഹാനായ സഹാബിയാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ്. യുവാവാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ സ്ത്രീയെ ഇങ്ങനെ നോക്കി. ഫത്വ ചോദിച്ചു വന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. അപ്പൊ ആ സ്ത്രീയും ഫദ്ലിനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങോട്ട് നോക്കി, സ്ത്രീ ഇങ്ങോട്ട് നോക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ? ഇങ്ങനെ കൈ കൊണ്ട് ഫദ്ലിന്റെ മുഖം പിടിച്ചിങ്ങനെ തിരിച്ചു കളഞ്ഞു. നോട്ടം കുറച്ച് കൂടിയപ്പോ
ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. കാര്യം പിടികിട്ടി, സ്ത്രീക്കും പിടുത്തം കിട്ടി, ഫളിലും പിടുത്തം കിട്ടി. അവരതിൽ നിന്ന് മാറി നിന്നു, ആ നോട്ടത്തിൽ നിന്നും മാറി നിന്നു. സഹോദരന്മാരെ, നമ്മളെ അവസ്ഥ എന്താ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചേർത്ത് കണ്ട ഈ മില്ലത്തിൽ തന്നെ പുറത്താക്കാനുള്ള വ്യഗ്രതയാണ് നമ്മൾ കാണിക്കാൻ. ആ അതിരികവിച്ച് ഓവറായിട്ടുള്ള ഒരു നിലപാട്, നമ്മളതാ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്നൊരു അവസ്ഥ. അറാബിയ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കടന്നു വരികയാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അഖ്ബർനി മാദാ ഫറല്ലാഹു അലാ അലിയ്യ മിനസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിസ്കാരം എന്നിൽ നിർബന്ധമാക്കിയ ഒരു കാര്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞാട്ടെ. എന്നിൽ എന്താണ് നിസ്കാരം നിർബന്ധമാക്കിയത്? അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരത്തുള്ള നിസ്കാരമുണ്ട്, അതിനപ്പുറമുള്ള സുന്നത്തുണ്ട്, പക്ഷെ 5 നേരമുള്ള നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അഖ്ബർനി മാ ഫറല്ലാഹു അലയ്യ മിൻ സിയാം, നോമ്പിൽ നിന്ന് എന്നിൽ നിർബന്ധമാക്കിയ കാര്യം എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹർ റമളാനാണ്, ഇല്ലാ അൻ തതവ്വ ഷൈഅൻ, അതാ മറ്റുള്ള സുന്നത്തൊക്കെ ഉണ്ട്, പക്ഷെ റമളാനിലെ മാസത്തെ നോമ്പാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. അപ്പോൾ സക്കാത്തിനെ പറ്റി ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിർബന്ധമായത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആരാണ്? അറാബിയാണ്, കാട്ടറബിയാണ്. അദ്ദേഹത്തിന് അതൊക്കെയാണ് ചെയ്യാൻ പറ്റും, നിർബന്ധമായ കാര്യമേ ചെയ്യാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലദീ അക്റമക ലാ അതതവ്വഉ ഷൈഅ വലാ അൻകുസു മിമ്മാ ഫറല്ലാഹു അലൈഹി ഷൈഅ. ഫർളുണ്ടല്ലോ, അതിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തില്ല. ഫർള്, അദ്ദേഹം അറാബിയാണ്, കാട്ടറബിയാണ്. ഫർള് കാര്യമില്ല, താങ്കൾ എന്നെ പഠിപ്പിച്ചത്, അതിൽ ഞാനൊരു വീഴ്ചയും വരുത്തില്ല. പക്ഷെ ഈ സുന്നത്തുണ്ടല്ലോ, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ വിവരം അത്രയേ ഉള്ളൂ, അദ്ദേഹം അതിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ലഹ ഇൻ സദഖ, നീ പറഞ്ഞത് സത്യമാണെന്നില്ലേ, നീ വിജയിച്ചിരിക്കും. അദ്ദേഹത്തെ കണ്ടറിഞ്ഞ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ വിജയിച്ചു. ഔ ദഖലൽ ജന്നത ഇൻ സദഖ, അതായത് താങ്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ അളക്കുന്ന രീതി കരണീയമല്ല. വിശ്വാസികൾ പല രൂപക്കാരുണ്ടാവും, ഏറ്റക്കുറച്ചിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ സുലൈം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് പറഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന മുആദ് ബിൻ ജബൽ യതീന ബഅദമാ നമാ, നമ്മൾ ഉറങ്ങിയതിന് ശേഷം എന്താ കാര്യം? മുആദ് ബിൻ ജബൽ വരും, അദ്ദേഹം പ്രഗൽഭ സ്വഹാബിയാണ്. എന്നിട്ട് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എണീപ്പിക്കും, എന്നിട്ട് അദ്ദേഹം നമുക്ക് ഇമാമായിട്ട് ദീർഘമായിട്ട് നിസ്കരിക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ വിളിപ്പിച്ചു, യാ മുആദ് ബിൻ ജബൽ ലാ തകുൻ ഫത്താന, നീ ഒരു ഫിത്നക്കാരനാകാൻ പാടില്ല, നീ ഫിത്നക്കാരാൻ പാടില്ല. ഇമ്മാ അൻ തുസല്ലി മഅി വ ഇമ്മാ അൻ തുഖഫിഫ അലാ ഖൗമിക, ഒന്നെങ്കിൽ നീ എൻ്റെ കൂടെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിസ്കാരം ലഘൂകരിച്ച് നിസ്കരിക്കുക. സുമ്മഖാൽ യാ സുലൈം, അപ്പൊ ഈ പരാതി പറഞ്ഞ സുലൈമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാദാ മാക മിനൽ ഖുർആൻ, ഖുർആനിൽ എന്താണ് നിനക്കറിയാം? ഖുർആനിൽ എത്ര സൂറത്ത് അറിയാം? അപ്പൊ സുലൈം പറഞ്ഞു, ഇന്നി അസ്അലുല്ലാഹൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ സ്വർഗ്ഗത്തിന് ചോദിക്കും, നരകത്തെ തൊട്ട് അഭയം തേടും, എനിക്ക് ഖുർആനിൽ ഒന്നും അറിയില്ല. ഞാൻ നിരന്തരം സ്വർഗ്ഗത്തെ പറ്റി ചോദിക്കും, നരകത്തെ തൊട്ട് അഭയം തേടും. താങ്കളുടെ ദണ്ഡനുണ്ടല്ലോ ഖുർആൻ, അതേപോലെ തന്നെ മുആദിന്റെ ദണ്ഡനുണ്ടല്ലോ ഖുർആൻ, അതെനിക്കറിയില്ല. ഞാൻ ധാരാളം സ്വർഗ്ഗത്തെ ചോദിക്കും, നരകത്തെ തൊട്ട് ഞാൻ അഭയം ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? വഅൽതസീറു ദണ്ഡനതി വദണ്ഡനതു മുആദിൻ ഇല്ലാ അൻ നസ്അലല്ലാഹുൽ ജന്ന വനഊദു ബിക മിനൻ നാർ. എന്റെയും മുആദിന്റെയും ദണ്ഡന എന്നൊക്കെ പറയുന്നത്, അതിന്റെ ആകെ തുക എന്ന് പറയുന്നത് സ്വർഗ്ഗം ലഭിക്കലും നരകത്തിൽ നിന്നുള്ള മോചനയല്ലേ? അതല്ലേ താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ എന്താണ് താങ്കൾക്ക് വേണ്ടത്? അപ്പൊ സുലൈം പ്രതിവചിച്ചു, സതറൗന ഗദൻ, നാളെ ഉഹദല്ലേ, അദ്ദേഹത്തിന് ആ കഴിവുണ്ട്, നാളെ ഉഹദല്ലേ, ഇദൽ തഖൽ ഖൗമു ഇൻഷാ അല്ലാഹ്, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം, ഉഹദിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. സഹാബികൾ പറയുന്നു, പിറ്റേന്ന് ഉഹദിന്റെ രണാംഗം വൈകുന്നേരം ഇങ്ങനെ പിന്നെ ഷഹീദായ ആൾക്കാരൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? സുലൈമും ഉണ്ടായിരുന്നു എന്നാണ്. സുലൈമുണ്ടായിരുന്നു. ഖുർആനിൽ നിന്ന് ഒരായത്തറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ആ മഹാനായ സഹാബി ഉഹദിൽ ഷഹീദായി. സഹോദരന്മാരെ, വിശ്വാസികൾ എന്ന് പറയുന്നത്
പല രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിൽ വിശ്വാസികളിൽ ഉണ്ടാകും. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ കാലത്തുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞ ഒരു ഉദ്ധരണി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ അടുത്തൊരു മനുഷ്യൻ പറഞ്ഞു, ഇന്നി റഅയ്തു റജുലൻ ഖതല റജുലൻ ദുൽമ. ഞാൻ ഒരാളെ കൊന്നവനെ കണ്ടു, ഒരാളെ കൊന്നവനെ ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ വന്ന് പറയാൻ മഹാനായ പണ്ഡിതനടുത്ത്, ഫഖുൽതു ഫീ നഫ്സി, അപ്പൊ ഞാൻ എൻ്റെ ശരീരത്തിനോട് പറഞ്ഞു, അന അഫ്ദലു മിൻ ഹാസ, ഇയാളെക്കാട്ടി നല്ലത് ഞാനാ, ഇയാളെക്കാട്ടി നല്ലതാണ്. കാരണം ഇയാൾ ഒരാളെ കൊന്നിട്ടുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ. ഇയാൾ കുറെ ഈ ബാത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ബാത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇയാളെക്കാട്ടിയും നല്ലവൻ ഞാനാണ് എന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർക്ക് പറഞ്ഞു, അംനുക അലാ നഫ്സിക അശദ്ദു മിൻ സബ്ബി, അംനുക അലാ നഫ്സിക അശദ്ദു മിൻ സബ്ബി. നിന്റെ മനസ്സിലുള്ള വിചാരമുണ്ടല്ലോ, ആ വിചാരമാണ് അവൻ ചെയ്ത കൊലപാതകത്തെക്കാൾ ഏറ്റവും ഗുരുതരമായത്. ഞാൻ തിരക്കേടില്ല, എൻ്റെ ഇബാദത്ത് തിരക്കേടില്ല, ഞാനിതാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, ആദ്യം സലാം ചൊല്ലിയാലും എനിക്ക് ഒരു പ്രശ്നമല്ല, ഞാൻ മടക്കേണ്ടതില്ല, ഞാനിത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രിയങ്കരനായ ഒരു വലിയായി മാറി. സഹോദരന്മാരെ, എന്താ നമ്മുടെ അവസ്ഥ? നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തുമ്പോഴേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൻ്റെ വക്താക്കളായി അതിലേക്ക് താഴ്ന്നു വരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിശാലമായ അടിസ്ഥാന തൗഹീദുള്ളവരോടും അതുപോലെ തന്നെ സുന്നത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്നവരോടും വിദ്അത്തുകൾ കാണിക്കാത്തവരോടുള്ള ഒരു സ്നേഹം, മഹബത്ത് അത് നമ്മൾ വെച്ചു പുലർത്തുകയും ആ സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, മുമ്പ് ഖുതുബ ഇവിടുന്ന് സംസാരിച്ചിരുന്നു. എന്നാലും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വംശഹത്യയാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ അതിനിഷ്ഠൂരമായി കൊന്നെടുക്കുന്ന ലോകത്തെ ഏക ഭീകരരാഷ്ട്രം, ഇതിൻ്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് അമേരിക്ക. ആ വിശേഷിപ്പിക്കാവുന്ന കൂട്ടുകെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളും ഭീകരവാദികളും. ഇത് യാതൊരു സംശയമില്ല. മുസ്ലിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖത്തറിനെതിരെ ആക്രമിച്ചു, ഇറാനെതിരെ ആക്രമിച്ചു, അതിനടുത്ത് യമനിലെ തലസ്ഥാനത്ത് അവർ ബോംബ് കൊണ്ടുപോയിട്ട്, ഇറാഖിൽ കൊണ്ടുപോയിട്ട്, കണ്ട ഏത് സ്ഥലമുണ്ട് അവർക്ക് തോന്നുന്ന ആ സ്ഥലത്തേക്ക് ആക്രമിക്കുവാനും അവരുദ്ദേശിക്കുന്ന ആളെ കൊല്ലാനും ഒരു മടിയുമില്ലാത്തവരായി മാറിയിട്ടുണ്ട്. ആരും ചോദ്യം ചെയ്യപ്പെടാൻ ഇവിടെ ആരുമില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, പേടിയാണ്. യഥാർത്ഥ സഹോദരന്മാരെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവാരാണ്. ഖുർആൻ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു തന്നാണ്. ആ പഠിപ്പിച്ചു തന്ന തത്വത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മുസ്ലിങ്ങൾ അല്പം പിറകോട്ടടിച്ചതാണ് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് കാരണം. കാരണം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. ഏറ്റവും വലിയ നമ്മളോട് ശത്രുത ഉണ്ട് എന്ന് പറയുന്നവർ ഏറ്റവും വലിയവർ അത് യഹൂദികളാണ്, പിന്നെ ബഹുദൈവ വിശ്വാസികളാണ്. വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അത് യഹൂദികളാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിദാനത മിൻ ദൂനിക്കും. നിങ്ങൾക്ക് പുറമേയുള്ളവർ നിങ്ങൾ ഉള്ളുകള്ളിക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത്. ഉള്ളിൽ കാപട്യം വെച്ച് അടക്കുന്ന, നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്ന വർത്താനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ നിങ്ങൾ സ്വീകരിക്കരുത്. യഹൂദികളെ പറ്റി പറയാം, ലാ യഅലൂനകും ഖബാലൻ വദ്ദൂ മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ വീഴ്ചയും വരുത്തുകയില്ല, അവരുടേതായ കാര്യത്തിൽ അവർ ഒന്നിക്കും. നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർക്കേറെ ഇഷ്ടം, നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്കേറെ ഇഷ്ടം. വിദ്വേഷം അവരുടെ വായിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു, അവരുടെ മനസ്സിൽ ഒളിച്ചു വെക്കുന്നത് കൂടുതൽ ഗുരുതരമായ സംഗതിയാണ്. അത്രമാത്രം മുസ്ലിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ യഹൂദികൾ എന്ന് ഖുർആൻ ഇങ്ങനെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലയസീദന്ന കസീറൻ മിൻകും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനം വ കുഫ്റ. നിനക്ക് നിന്റെ റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ശത്രുതയും വിദ്വേഷം നാം വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ജൂതന്മാർക്കും ക്രൈസ്തവർക്കും നമ്മളോട് ഖിയാമത്ത് നാൾ വരെ ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുത്തിരിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്.
ആ പറഞ്ഞ അള്ളാഹുവിന്റെ വാക്കുകൾക്ക് നാം കാണിക്കേണ്ട വില അത്രമാത്രം കാണിക്കാതെ അവരുമായി ചെങ്ങാത്തത്തിനും ഇടപാടിനും അവരുമായി കൂടുതൽ അടുക്കാനും പോയതാണ് ഇന്ന് നടന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഹ അല്ലാഹ്. നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അവർ പലപ്പോഴും കോപ്പ് കൂട്ടും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കെടുത്തിക്കളിയും. അതായത് പരിപൂർണമായ മുസ്ലിങ്ങളുടെ നാശമുണ്ടാക്കുന്ന ഒരു യുദ്ധത്തിന് അവർക്ക് സാധ്യമല്ല. വയസ്ഔന ഫിൽ അർളി ഫസാദ. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. കണ്ട, അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്, കുഴപ്പത്തിലൂടെ മുതലെടുക്കാനാണ് അവർ പരിശ്രമിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ കൃത്യമായ പ്രഖ്യാപനമുണ്ട് സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുവാരാണ്, നമ്മുടെ മിത്രന്മാരാണ് എന്ന കൃത്യമായ ചിന്ത അത് മുസ്ലിം ലോകത്തിന് ഇട്ടുകൊടുക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ശത്രുവിനെതിരെയുള്ള ദുആകൾ അത് വർദ്ധിപ്പിക്കാൻ, മറ്റു പല സമയത്തും നമ്മൾ ചെയ്യുന്ന ദുആകളിലൊക്കെ യഥാർത്ഥ ഇസ്ലാമിന്റെ ശത്രുവാരാണ്, ആ ശത്രുവിനെതിരെ ദുആർക്കുക, വിശ്വാസികൾക്ക് വേണ്ടി ദുആർക്കുക. അതിനുവേണ്ടി വിശ്വാസികളായ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ലോക മുസ്ലിങ്ങളുടെ ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണമേ. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവേ, നാല് ഭാഗത്തുനിന്നും അവരെ ചുട്ടരിക്കാൻ വേണ്ടി നോക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നിന്ദിരാക്കണമേ. ഇസ്ലാമിന്റെ ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണമേ. യഥാർത്ഥ ശത്രുവാര് മിത്രുവാര് എന്നറിയാനുള്ള വകതിരിവുകൾ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, മുസ്ലിങ്ങളെ നീ സഹായിക്കണമേ. തൗഹീദി വക്താക്കളെ നീ സഹായിക്കണമേ. മുസ്ലിം രാഷ്ട്രങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ, നിന്ദിരാക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.